നമസ്കാരം. വീണ്ടും മറ്റൊരു ഫുകുഷിമ ദുരന്തം ആവർത്തിക്കുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഫുകുഷിമ ആണവ ദുരന്തത്തെ തുടർന്ന് 15 വർഷമായി അടച്ചിട്ടിരുന്ന കാഷിവാസാക്കി കാരിവ ആണവ നിലയം വീണ്ടും തുറക്കാൻ ജപ്പാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലയം സ്ഥിതി ചെയ്യുന്ന നിഗറ്റ പ്രീഫെക്ചറിലെ നിയമസഭ തിങ്കളാഴ്ചയാണ് ഇതിനുള്ള നിർണായക വോട്ടെടുപ്പിലൂടെ അംഗീകാരം നൽകിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് ഇത്. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് ഊർജ ലഭ്യത ഉറപ്പാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് നിർണായകമായ ഈ തീരുമാനം വന്നിരിക്കുന്നത്. ആണവ നിലയം വീണ്ടും തുറക്കുന്നതിനോടുള്ള പ്രദേശവാസികളുടെ ആശങ്കകൾക്കിടയിലാണ് ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന നിഗറ്റ പ്രവശ്യ അസംബ്ലി ബില്ലിന് അംഗീകാരം നൽകി. ഇതോടെ നിലയത്തിലെ 7 റിയാക്ടറുകളിൽ ഒന്ന് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ടോക്കിയോ ഇലക്ട്രിക് പവർ കമ്പനിക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു. 6ാം നമ്പർ റിയാക്ടറാണ് ജനുവരി 20-ന് വീണ്ടും പ്രവർത്തനക്ഷമമാകുന്നത്. 2011-ലെ വൻ ഭൂകമ്പത്തെയും സുനാമിയെയും തുടർന്ന് ഫുകുഷിമ ദായിച്ചി നിലയത്തിൽ ആണവ ചോർച്ച സംഭവിച്ചിരുന്നു. ഇതിനുശേഷം അതീവ ജാഗ്രതയോടെയാണ് ജപ്പാൻ ഈ മേഖലയെ സമീപിക്കുന്നത്. 1986-ലെ ചെർണോബിൽ ദുരന്തത്തിനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു ഫുകുഷിമയിലേത്. ദുരന്തത്തിന് ശേഷം രാജ്യത്തെ 54 ആണവ നിലയങ്ങളും ജപ്പാൻ അടച്ചിട്ടിരുന്നു. പിന്നീട് വിവിധ ഘട്ടങ്ങളിലായാണ് നിലവിൽ പ്രവർത്തനക്ഷമമായ 33 റിയാക്ടറുകളിൽ 14 വീണ്ടും തുറന്നത്. ഫുകുഷിമ നിലയം പ്രവർത്തിപ്പിച്ചിരുന്നത് അതേ കമ്പനിയായ ടെപ്കോയുടെ കീഴിൽ വീണ്ടും തുറക്കുന്ന ആദ്യ നിലയമാണ് നിഗറ്റയിലേത്. അപകടം ആവർത്തിക്കില്ലെന്നാണ് കമ്പനി ഉറപ്പു നൽകുന്നത്. ഫുകുഷിമ ദുരന്തത്തിന് മുമ്പ് ജപ്പാന്റെ വൈദ്യുതി ഉപഭോഗത്തിന്റെ 30% ആണവ നിലയങ്ങളിൽ നിന്നായിരുന്നു. ദുരന്തത്തിനു ശേഷം കൽക്കരി, ഗ്യാസ് തുടങ്ങിയ വില കൂടിയ ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കാൻ രാജ്യം നിർബന്ധിതരായി. കഴിഞ്ഞ വർഷം മാത്രം ഇന്ധന ഇറക്കുമതിക്കായി ജപ്പാൻ ഏകദേശം $68 ബില്യൺ ചെലവാക്കിയത്. ആണവോർജ ഉപയോഗത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന നേതാവാണ് പുതുതായി അധികാരമേറ്റ പ്രധാനമന്ത്രി സാന ടയാക്കാച്ചി. വിലക്കയറ്റം, സാമ്പത്തിക മാന്ദ്യവും നേരിടാൻ ആണവോർജ മേഖലയെ പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് ടയാക്കാച്ചിയുടെ നിലപാട്. 2050-ഓടെ കാർബൺ വികിരണം പൂജ്യത്തിൽ എത്തിക്കാൻ ജപ്പാൻ ലക്ഷ്യമിടുന്നുണ്ട്. AI സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഡാറ്റാ സെന്ററുകളുടെ വർധനവും കാരണം വരും വർഷങ്ങളിൽ ജപ്പാന്റെ വൈദ്യുതി ആവശ്യം ഇനിയും കൂടാനാണ് സാധ്യത. എന്തായാലും ഇനിയൊരു മറ്റൊരു ഫുകുഷിമ ദുരന്തം ഉണ്ടാവരുതേ എന്നാണ് പുതുതായി അതായത് ഈ ആണവ റിയാക്ടർ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ എല്ലാവരുടെയും പ്രാർത്ഥന. എന്താവുമെന്ന് വരും ദിവസങ്ങൾ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം.